ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് വെള്ളിയാഴ്ച രാവിലെ 4:45 സമയം. ഞാനൊരു 3 മണി മുതൽ എഴുന്നേറ്റിരിക്കണേണ്. ശക്തിയായ തൊണ്ടവേദന, സഹിക്കാൻ പറ്റാത്ത തൊണ്ടവേദന കൊണ്ട് ഞാൻ അങ്ങനെ എഴുന്നേറ്റിരിക്കണേ. പക്ഷേ എനിക്ക് ഇത്തിരി ചൂടുവെള്ളം കുടിക്കണമെങ്കിൽ കിച്ചണിൽ പോയിട്ട് ലൈറ്റൊക്കെ ഇട്ട് വെള്ളം ചൂടാക്കണം. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് ശല്യമായിരിക്കും. കാരണം അവർ നമ്മുടെ ബെഡ്റൂമും നമ്മുടെ കിച്ചണും ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെ ഫേസ് ടു ഫേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കഴിയട്ടെ, എന്നിട്ട് ഒരു 4:45 ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു വിധത്തിൽ ഞാൻ പുറത്തിറങ്ങി കിച്ചണിൽ വന്ന് ഇത്തിരി വെള്ളം ചൂടാക്കി ആദ്യം തന്നെ കുടിക്കണം. കാരണം എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാനുള്ള അത്ര വേദന. റിച്ചാർഡാണെങ്കിൽ തലേദിവസം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിച്ചാർഡ് അത് പനിയുണ്ട്, റിച്ചാർഡിനും എനിക്കൊക്കെ പനിയുണ്ടെന്ന്. അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്ലാസ്കും അവൻ്റെ കുപ്പിയിലും ഒക്കെ ചൂടുവെള്ളം, ഫ്ലാസ്കിൽ നല്ല തിളച്ച വെള്ളം, മറ്റേ അവൻ്റെ ഒരു വാട്ടർ ബോട്ടിലില്ലേ അതിൻ്റെ അകത്ത് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ഇട്ട് ഞാൻ അവിടെ കൊണ്ട് വെച്ചേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനെപ്പോഴും എനിക്ക് വയ്യാന്ന് തോന്നിയാൽ ഞാനെപ്പോഴും ഫ്ലാസ്കിൽ വെള്ളം ഇട്ട് എൻ്റെ മുറി കൊണ്ടുവന്ന് വെച്ചേക്കും. പക്ഷേ വ്യാഴാഴ്ച രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ബോട്ടിലും വെള്ളമില്ലാന്ന് എനിക്കറിയാം. അപ്പോൾ റോജർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, മമ്മി ഇത്തിരി ചൂടുവെള്ളമാക്കിയിട്ട് ബോട്ടിൽ കൊണ്ടുവന്ന് വെക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞെങ്കിലും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. ഞാൻ അവിടെ കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഈ തൊണ്ടവേദന അങ്ങോട്ട് രാത്രിയായപ്പോൾ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ബോട്ടിലിൽ നമ്മൾ സാധാരണ വെള്ളമുള്ളത്, ചൂടുവെള്ളമൊന്നും ഇല്ലെന്ന് മനസ്സിലായത്. ആ സമയത്ത് ഓർത്തത്. അങ്ങനെയാണ് എനിക്ക് ചൂടുവെള്ളമില്ലാതെ പോയത്. കാരണം റിച്ചാർഡിന് വയ്യാത്തതുകൊണ്ട് റിച്ചാർഡിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം എല്ലാം ഞാൻ ആ റൂമിൽ കൊണ്ടുപോയി വെച്ചിരുന്നത്. അപ്പോൾ ഏതായാലും റയന് കാലത്തെ പോകണമല്ലോ. അപ്പോൾ റയന് വേണ്ടിയിട്ട് ഇതേ പേരൊക്കെ ആപ്പിളും ഒക്കെ കട്ട് ചെയ്ത്, അവൻ വേറെ പാല് ചായ ഇതൊന്നും കുടിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോണത്. അപ്പോൾ പപ്പക്കും വയ്യാതിരിക്കണേണ്. പപ്പക്ക് തൊണ്ടവേദനയല്ല, തൊണ്ട ചൊറിച്ചിലും പനിയൊക്കെ ആയിട്ട് പപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും രാവിലെ തന്നെ പപ്പക്ക് ഒരു ചുക്കും കുരുമുളകും കാപ്പി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ചുക്കൊക്കെ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് തണുപ്പ് മാറ്റാനൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ചുക്കെല്ലാം നമ്മൾ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ദ്രവിച്ച് പോണ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഫ്രീസറിലാണ്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, എങ്കിലും ഞാൻ ഫ്രീസറിലാണ് വെക്കണത്. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിൽ കുറേ ലേറ്റായിട്ട് 7 മണിയോടുകൂടി താഴേക്ക് വരുള്ളൂ. എഴുന്നേറ്റിട്ടുണ്ടാവും, അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തങ്ങനെ നിന്നിട്ട് 7 മണിക്കൊക്കെ താഴേക്ക് വരുള്ളൂ. അപ്പോൾ ആ നേരത്ത് ഇത് റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ അത് ചുക്ക് കുറച്ചെടുത്തിട്ടൊന്ന് ഇടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് പട്ട, കറിയാമ്പ്, ഏലക്കയൊക്കെ ഒരെണ്ണമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം ഇവിടെ ചുക്കും കുരുമുളകും മാത്രം മതി, കൂടുതൽ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ഇടണമെന്നില്ല. ഇത് മാത്രമാണ് കൂടുതലും ഇഷ്ടം. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തുളസി, പിന്നെ പനിക്കൂർക്ക, പേരയില ഇതൊന്നും നമ്മുടെ വീട്ടിലില്ല. അതുകൊണ്ട് അതൊന്നും ഇടാറുമില്ല കേട്ടോ. അതൊന്നും അങ്ങനെ ഇട്ട് തിളപ്പിക്കണതും പപ്പക്കൊന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല. ചുക്കും കുരുമുളകും മാത്രം മതി. അങ്ങനെയെങ്കിലും എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനൊരു ഏലക്കായും അങ്ങനെ ഒരു ഗ്രാമ്പു ഒക്കെ, പിന്നെ ഇനി മുഴുവൻ കുരുമുളകൊന്ന് ഇടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട്, ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ്, കൂടുതൽ സ്ട്രോങ് ആയിട്ട് എടുക്കണമെങ്കിൽ 1 ഗ്ലാസ്, ആ ഒരു പരുവത്തിന് ചെറിയ തീയിൽ വെച്ചിട്ട് അതിങ്ങനെ ചൂടാക്കി വറ്റിച്ച് ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത്തിരി കാപ്പിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. വളരെ ലൈറ്റായിട്ട് കാപ്പിപ്പൊടി ഇടും. പിന്നെ ഞാൻ ഇത്തിരി ചക്കര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കര ഇടാന്നുള്ള പ്രതീക്ഷയിൽ ചക്കര എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അത് കേടായി ഇരിക്കുന്നുണ്ട്. കാരണം നമ്മളങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ടും നോക്കിയിട്ടുമില്ലായിരുന്നു, അതവിടെ വെച്ചെടുത്തിരുന്നിട്ട് അത് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും പഞ്ചസാര തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ പപ്പക്ക് കൊടുക്കണ ആ ഒരു കോഫി വാമർ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനെടുത്ത് കുടിച്ചോളും. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി അങ്ങോട്ട് കൊടുത്ത്. ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് പപ്പക്ക് ചുക്കും കുരുമുളകും അസുഖം വരുമ്പോഴത്തേക്ക് പോയി. പക്ഷേ ഇത്തവണ പുള്ളിക്ക് അസുഖം മാറിയില്ല. ഇപ്പോൾ എല്ലായിടത്തും തന്നെ അങ്ങനെ പനി ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ പേടിയായിട്ട് പുള്ളി ഏതായാലും ഞാൻ പറയുന്നതിന് മുൻപേ തന്നെ മരുന്ന് മേടിക്കാൻ പോയേട്ടാ. അതൊരു ഭാഗ്യം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാലും പോകൂല, കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മരുന്ന് മേടിക്കൂല, പപ്പ ഒട്ടും തന്നെ മേടിക്കൂല. അങ്ങനെ ഏതായാലും മരുന്നൊക്കെ മേടിച്ചിട്ട് ഇന്നാൾ പോയിട്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തലേദിവസത്തെ ഞാൻ ഇത് 41 പോയില്ലേ ഇത് ഏലൂർ, അന്ന് ഞാൻ പകുതി ചപ്പാത്തി ഉണ്ടാക്കി പകുതി മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതായാലും അത് ഇനിയും ഇരുന്ന് നാശമാകണ്ട, അത് ഭയങ്കര ഹാർഡായി പോയാലെന്ന് വെച്ച് അത് ഏതായാലും ചപ്പാത്തി ആക്കി എടുക്കാമെന്ന് വെച്ച് അതെടുത്ത്. പിന്നെ ബ്രെഡ് ഉണ്ട്, ബുൾസയും ബ്രെഡും വേണ്ടവർക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. 2 പേർക്ക് കഴിക്കാനുള്ള അത് ബ്രെഡ് ഉണ്ട്.
ബാക്കി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മാവെടുത്ത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ചെമ്മീനുണ്ട്. ചെമ്മീൻ കാലത്ത് ഞാൻ ഇത്തിരി ചൂടാക്കി വെച്ചത് നല്ല ടേസ്റ്റാണ്. ചെമ്മീനും കൂടി ചപ്പാത്തി കഴിക്കുക. അപ്പോൾ റോജറിന് എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെമ്മീൻ കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ തലേദിവസം രാത്രി നമ്മൾ ചപ്പാത്തി ചെമ്മീൻ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ബുൾസൈ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിച്ചാർഡ് എഴുന്നേറ്റിട്ടേ ഇല്ല. റിച്ചാർഡിന് എക്സാമിന് പോകേണ്ട നേരവും കഴിഞ്ഞ് റിച്ചാർഡിന് ശക്തിയായ പനിയും തുമ്മലും ജലദോഷവും എല്ലാം കൂടി വന്നിട്ട് ആൾക്ക് എഴുന്നേക്കാൻ പറ്റാതെയായി. ഇത്രയും നാളും കുത്തിയിരുന്ന് പഠിച്ചത് വേസ്റ്റായി, പരീക്ഷയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മൾ പഴഞ്ചൊല്ലി വീണ്ടും ഓർക്കണത്, മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു റിച്ചാൻ എക്സാമിന് പോകാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ റിച്ചാൻ്റെ അടുത്ത് ആ കട്ടിലെ പോയി അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അവൻ്റെ വിഷമതകളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര അപ്സെറ്റായിരുന്ന ആൾ. അപ്പോൾ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്താലും ദൈവം അനുവദിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് റിച്ചാർഡ് ഇത്. അതുകൊണ്ട് ഇനി മുന്നോട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഒന്ന് ഓർത്ത് വെക്കുക. അല്ലാതെ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യില്ല. ഞാനത് ചെയ്തിരിക്കും, പക്ഷെ അങ്ങനെയൊന്നും നടപടിയാകൂല കേട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്ന് അത് അവൻ പറഞ്ഞ് ശരിയാണ് കേട്ടോ മമ്മി, ഞാൻ ഇത്രയും ദിവസം ഉറക്കം നിന്ന് പഠിച്ചിട്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റാതെ പോയത് അത് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ സംഭവത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്ന് മുഴുവൻ അത് തന്നെയായിരുന്നു സംസാരം. അപ്പോൾ രാവിലെ ഞാൻ ശക്തിയായ തൊണ്ടവേദനയായിട്ട് എഴുന്നേറ്റെന്ന് ഞാൻ പറഞ്ഞല്ല. നമ്മൾക്ക് എന്ത് തന്നെയായാലും നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തൊണ്ടവേദനയാണ് മെയിൻ, വേറെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ എൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടവേദനയ്ക്ക് നല്ലൊരു ആശ്വാസമാണ്. തൊണ്ടയുടെ മുകളിലാണ് വേദന, താഴത്തല്ല. അപ്പോൾ അത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തീർന്ന്. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും, അതായത് സാറ്റർഡേ ആയപ്പോഴത്തേക്കും ഈ തൊണ്ടവേദനയില്ല പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ പപ്പക്ക് മേടിച്ച മരുന്നിനകത്തുനിന്ന് എനിക്ക് ഒരു ടാബ്ലറ്റ് പപ്പ തന്നിട്ടുണ്ടായിരുന്നു, ജലദോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് എന്നും പറഞ്ഞ്. അതൊരു കുഞ്ഞു ടാബ്ലറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പാരസിറ്റമോളൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിച്ചതോടുകൂടി എനിക്ക് പിറ്റേ ദിവസം എനിക്ക് തൊണ്ടവേദന വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം. ഈ തൊണ്ടവേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാതിരുന്നത്. അപ്പം നമ്മൾ ഈ ചൂടുവെള്ളം ഇങ്ങനെ റീഫിൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഫ്ലാസ്കിൽ നല്ല തിളച്ച വെള്ളവും ഇതിനകത്ത് വാമായിട്ടുള്ള വെള്ളം, അത്യാവശ്യം കുടിക്കാൻ ചൂട് ആ ഒരു പരുവത്തിൽ. അങ്ങനെ രണ്ടും ഇതിലും വെള്ളമായിട്ട് ഒരു കപ്പുമായിട്ട് റിച്ചാൻ്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ചേക്കും. നമുക്ക് വെള്ളം നമ്മൾ തന്നെ എടുത്ത് കുടിക്കണം, അത് വേറെ കാര്യം. അവരുടെ അസുഖം നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളിതൊക്കെ ചെയ്യുവേ അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ചെമ്മീൻ കറിയും മീൻ കറിയും കുറച്ചുണ്ട്. ഈ സാമ്പാറിൻ്റെ പീസ് ഞാൻ കുറേ അധികം ദിവസത്തിന് മുൻപ് ഫ്രിഡ്ജിൽ കയറ്റിയതായിരുന്നു. നമ്മളന്ന് അവിയലുണ്ടാക്കിയില്ലേ, അതിൻ്റെ ബാക്കി സാമ്പാർ കഷ്ണം ഇപ്പോഴാണ് എടുക്കണത് പുറത്തോട്ട്. അപ്പോൾ പരിപ്പാണി വേവിച്ചേക്കണം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ സാമ്പാർ കഷ്ണം ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്ത്, കാരണം ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം ഇട്ടിരിക്കണതല്ലേ. അപ്പോൾ ഇത് വഴുതനങ്ങയൊക്കെ ഒന്ന് കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് കഴുകിയെടുത്ത് അതും കൂടിയിട്ട് ഒത്തിരി ഉപ്പ് ഇട്ടിട്ടും വേഗം അത് വേവിച്ചെടുത്ത്. ഇനി സാമ്പാർ പൊടിയും പുളിവെള്ളമൊക്കെ പിന്നീട് ഒഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ എൻ്റെ അടുത്ത് പുളി എപ്പോഴും കഴുകി അരിച്ചെടുക്കണം, കഴുകിയല്ല വെള്ളത്തിലിട്ട് കുതിർത്ത് ആ പുളിവെള്ളം അരിച്ചൊഴിക്കണമെന്ന് കമൻസിൽ ഒരാൾ എഴുതി വെച്ച്. സത്യത്തിൽ ഞാനത് ഓർത്തിട്ടില്ല. വാളംപുളി നമ്മളിങ്ങനെ കഴുകി അങ്ങോട്ട് ഇടും, ഇത് കഴുകാൻ പറ്റൂലല്ല, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോഴാണ് ആ കമൻസിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, പുളി വെള്ളത്തിലിട്ടിട്ട് അലിയിച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ള വല്ല മുടിയാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും, അതിനാണ് അങ്ങനെ ചെയ്യണത്. അത് എനിക്ക് ഭയങ്കര ഒരു അറിവായിപ്പോയിട്ടാ. അത്രയും ഞാൻ ചിന്തിച്ചില്ല, അറപ്പായിപ്പോയി ശരിക്കും. ഞാനങ്ങനെ പുളി ഇട്ടുപോയല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് പറഞ്ഞു തന്ന ആളോട് വലിയ ഒരു താങ്ക്സ്. അപ്പോൾ അന്നത്തെ ദിവസം ഞാനൊരു ചായ വൈകുന്നേരം ഇട്ട്, എന്നിട്ട് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ ഉടുപ്പ് മാറിയിട്ടില്ല, കുളിച്ചിട്ടുമില്ല, ഉടുപ്പ് മാറിയിട്ടില്ല. കാരണം എനിക്ക് വയ്യ, കുളിക്കാനൊന്നും പോകാൻ എനിക്ക് വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ വഴി ഉടുപ്പ് പോലും മാറിയിട്ടില്ല. സന്ധ്യക്കാണ് ഞാൻ ഈ കറി ഉണ്ടാക്കണത്. ഒരു 4 അയില അവിടെ ഇരുന്ന് വെച്ച്. അപ്പോൾ റയൻ വരുമ്പോഴത്തേക്കും നോണായിട്ടൊന്നുമില്ല, അവനാണെന്നുണ്ടെങ്കിൽ വിശന്നിട്ടാണ് വരണത്. അപ്പോൾ ആ സമയത്ത് പിന്നെ സാമ്പാറും പപ്പടമൊക്കെ കാണുമ്പോഴത്തേക്കും അവൻ കഴിക്കും കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലട്ടാന്ന് പറഞ്ഞ് കഴിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിഷമം. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓർഡർ അങ്ങനെ ഇങ്ങനെയൊക്കെ വെറുതെ മെനക്കേടാകണ്ടല്ലോ, ഓർഡർ ചെയ്ത് കാത്തിരിക്കണം. അവൻ വന്നാൽ ആദ്യം കയറിയിരിക്കണ ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ ആ സമയത്ത് എന്താ വേണ്ടത് ഓർഡർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലമ്പ് പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കുറച്ച് ചെറിയ ഉള്ളി
തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും എല്ലാം കൂടി ചേർത്ത് താളിച്ചിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ തക്കാളി അരിഞ്ഞതും ഇട്ടിട്ട് വെള്ളമൊഴിച്ച് തക്കാളി അരിഞ്ഞതിട്ടിട്ട് ഒന്ന് വേവിക്കണം. അത് നന്നായിട്ടൊന്ന് വെന്തലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കണത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കേട്ടോ. തക്കാളി മാത്രമാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് കാണില്ല. ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഇത്തിരി മുന്നിട്ട് നിൽക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിക്കാർക്ക് വിനാഗിരി വിട്ടൊരു കളിയില്ല. എന്ത് കാര്യത്തിന് വിനാഗിരിയാണ് എടുക്കണം. ചില സ്ഥലങ്ങളിൽ വിനാഗിരി എടുക്കുകയില്ല, വാളംപുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കണം കാണാം. നമ്മളുടെ നാട്ടിലങ്ങനെ വാളംപുളി ഒഴിച്ചിട്ടുള്ളൊരു മീൻ കറി ഞങ്ങളുടെ നാട്ടിലേ ഇല്ല കേട്ടോ, കൊച്ചിയിലില്ല. നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി ഇട്ടിട്ട് അങ്ങനെയാണ് കറി വെക്കുക. വാളംപുളി ഇടുന്നത് എപ്പോഴും ഈ തീയലിനും സാമ്പാറിനൊക്കെ മാത്രമേ നമ്മൾ വാളംപുളി ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മീനൊക്കെ മുറിച്ചിട്ടൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ചിലവർ. മുറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് വല്ലാതെ അങ്ങോട്ട് അലിഞ്ഞു പോകും. അലിഞ്ഞു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ചെറിയ പീസ് വെന്ത് കഴിയുമ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് ചുരുങ്ങും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പീസുകൾ ആക്കണത് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി ഇട്ടില്ലെന്നുണ്ടെങ്കിലാണ് പ്രശ്നം. പുളിയൊക്കെ പിടിക്കൂല, ചെറിയ ചെറിയ പീസിലാണ് പുളിയും ഉപ്പൊക്കെ പിടിക്കണത്. വലുതാണെന്നുണ്ടെങ്കിൽ ഉപ്പും പുളിയും പിടിക്കൂല എന്നൊക്കെ ഉള്ളതാണ്. ഇവിടെ പക്ഷേ പപ്പട അമ്മ എപ്പോഴും പറയും, ഇവിടെ കൊച്ചു പിള്ളേരാരുമില്ല കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കാൻ, അങ്ങനെയൊക്കെയാണ് എപ്പോഴും പറയാറ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ രീതി ഫോളോ ചെയ്തിട്ടാണ് ഞാൻ വലിയ വലിയ പീസസായിട്ട് മീനിടുന്നത്. ഇവിടെ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇല്ലേ നമ്മുടെ റയനൊക്കെ വന്ന് ഊണൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് നല്ല ടേസ്റ്റായിരുന്നു ആ മീൻ തിളപ്പിച്ചത്. നല്ല ചെറിയുള്ളൊക്കെ ഇട്ട് തിളപ്പിച്ചപ്പോഴേ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ചല്ലേ ഉള്ളു. അപ്പോൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റിച്ചാർഡ് ഒരു പുതിയ കാർ വെക്കണ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. ഇത് മലപ്പുറത്ത് നിന്ന് വരുത്തിച്ചതാണ് കേട്ടോ. മലപ്പുറത്ത് നിന്ന് തന്നെയാണ് ഇത് 3 സ്റ്റാൻഡുകൾ ഇപ്പോൾ വരുത്തിച്ചേക്കണത്. ഇതിന് എത്രയോ 2000 രൂപയോ എനിക്കറിയില്ല, അത്ര എങ്ങനെയാണ്ടും വിലയാണ്. അപ്പോൾ പപ്പ എഴുതുന്നുണ്ടെങ്കിൽ ഏതോ ഒരു മീറ്റിങ്ങിന് പോയേക്കണേണ്. കുറേ രാത്രിയായിട്ടാണ് പപ്പ വന്നത് കേട്ടോ. അപ്പോൾ പപ്പയാണ് സാധാരണ ഈ സംഗതി ചെയ്യണത്. ഇപ്പം ഇവർ രണ്ടുപേരും കൂടി ഇത് ചെയ്ത് തുടങ്ങിയും പോയി. പക്ഷേ സംഭവം അങ്ങോട്ട് ആകണമില്ല. ഒരു കണക്കിന് രണ്ടാളും കൂടി അത് ഫിറ്റ് ചെയ്ത് വെച്ചേട്ടാ. അപ്പോൾ ഇനി കുറേ ഇത് അതിൻ്റെ അകത്ത് കാറുകൾ കയറ്റി കഴിയുമ്പോഴത്തേക്ക് ഒരു 5-6 സ്പേസ് കിടക്കുന്നുണ്ട് കേട്ടോ, കാറ് ബാക്കി വെക്കാൻ വേണ്ടിയിട്ടേ. അത് ഇത്രയും കൂടിയൊക്കെ കാർ ഇപ്പോൾ റിച്ചാർഡ് മേടിക്കും. പിന്നെ നമ്മൾ കവർ തുറക്കാത്ത കാറുകൾ ഇരിക്കുന്നുണ്ട്, അത് വലിയ കാറുകളാണ് കേട്ടോ. അത് ഇതിൻ്റെ അകത്തേക്ക് കയറില്ല. അപ്പോൾ അത് വെക്കാനായിട്ടും ഉള്ള സ്പേസ് ഇല്ലാതെ അതും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കോർണർ ഷെൽഫിലും കുറേ കാറുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയ ഷെൽഫിൽ വെച്ചേക്കുന്ന കാറുകൾ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് വന്നത് ഞാനും റോജറും 41 പോയില്ലേ, ഞങ്ങൾ പകുതി വഴി എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ റിച്ചാർഡിൻ്റെ വിളി വന്ന് ഇങ്ങനെ അതിൻ്റെ ഡെലിവറി ആണെന്ന് പറഞ്ഞ് എനിക്ക് പോയി എടുക്കണം, ഇപ്പോഴാണ് കാറില്ലെന്നുള്ള കാര്യം ഓർത്തതെന്ന്. ഞങ്ങൾ കാറ് കൊണ്ടുപോയ കാര്യമൊക്കെ പുള്ളി മറന്നുപോയി. അങ്ങനെ പിന്നെ പുള്ളി ടാക്സി വിളിച്ച് പോയിട്ടാണ്, യൂബർ വിളിച്ച് പോയിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് വന്ന്. അത് നമ്മുടെ വീട്ടിലേക്ക് വരില്ല, അത് പോയിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൊറിയറിൻ്റെ ആ ഓഫീസിൽ പോയിട്ട് എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞ് 6 മണി വരെ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിന് മുന്നേ തന്നെ വരും, അപ്പോൾ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എക്സാമാണ്. അപ്പോൾ ആ ദിവസം വ്യാഴാഴ്ച മൊത്തത്തിലിരുന്ന ആളിന് പഠിക്കണം. ഇതെടുത്തില്ലെന്നുണ്ടെങ്കിൽ അതൊരു വിഷമമാണ്, എനിക്ക് പഠിക്കാൻ ശ്രദ്ധ കിട്ടൂലെന്ന്, അതൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ ഒറ്റക്ക് പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ചതാണ് കേട്ടോ. അത് കണ്ണിൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സമാധാനം. പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പിറ്റേ ദിവസം പോയില്ലല്ലോ, അന്ന് രാത്രിയാണ് ഈ ഷെൽഫൊക്കെ വെച്ചത്. അപ്പോൾ ഏതായാലും ഇതിനകത്തും 1-2 കാറുകൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനുമൊക്കെ കാറ് ഇപ്പോൾ ഉടനെ തന്നെയൊക്കെ മേടിച്ചു. പിന്നെ നമ്മളുടെ കോർണർ ഷെൽഫിൽ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കുഞ്ഞു കുഞ്ഞു കാറുകൾ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇതിനകത്ത് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് വെക്ക്, വെറുതെ ഒന്ന് കാണാനല്ല. അതുകൊണ്ട് പുതിയത് മേടിക്കുമ്പോൾ നമുക്കത് മാറ്റാം എന്ന് പറഞ്ഞെങ്കിൽ അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടൂല. അത് പ്ലാസ്റ്റിക്കാണ്, ഇതെല്ലാം ഇരുമ്പിൻ്റെ മെറ്റൽ കാറുകളാണ്. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അപ്പോൾ അതൊന്നും ഇക്കൂട്ടത്തിൽ കൂട്ടൂല, അന്ന് നിർബന്ധം. അപ്പോൾ ഇപ്പം മേടിച്ചേക്കണ ഷെൽഫ് എന്ന് പറയുന്നത് അത് ഫ്രണ്ടിലും കവർ ചെയ്ത് വെച്ചേക്കണേണ്, സ്ക്രൂ ഇട്ട് മുറുക്കിയേക്കണേണ് ഫ്രണ്ടിൽ. അല്ലാതെ ഡോറ് തുറക്കാൻ പറ്റുന്ന രീതിയല്ല, സ്ക്രൂ കഴിക്കണം, എന്നാലേ അതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പൊടി പിടിക്കാതൊക്കെ ഇരുന്നോളും. ഇതൊക്കെ പൊടി പിടിക്കണുണ്ട്. അപ്പോൾ അത് 2-3 കാറും ഓരോ ദിവസം എടുത്ത് പൊടി തുടച്ച് ക്ലീൻ ചെയ്തൊക്കെ പുള്ളി തന്നെ വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രോസറി ഇല്ലേ, എനിക്ക് ശനിയാഴ്ച വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർഡർ ചെയ്തത് എപ്പോഴാണെന്ന് അറിയാമോ? വെള്ളിയാഴ്ച വെളുപ്പിന് 3 മണിക്ക് ഞാൻ തൊണ്ടവേദന എടുത്തിട്ട് കിടക്കാൻ പറ്റാതെ എഴുന്നേറ്റിരുന്നെന്ന് പറഞ്ഞില്ലേ, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ഈ ഗ്രോസറി ഓർഡർ ചെയ്തത്. അപ്പോൾ ഗ്രോസറിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചേക്കണത് 1 കിലോ കപ്പലണ്ടിയും 1/2 കിലോ കടലയും. അത് 149 രൂപ കപ്പലണ്ടിക്ക്, 44 രൂപ കടലക്ക്.
പിന്നെ ദേ ഈ ഗ്ലാസ് ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൻ്റെയാണ്. കോളിൻ പോലത്തെ നല്ല ക്വാളിറ്റിയുള്ള സാധനം. കോളിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇതിന് 136 രൂപയാണ്, ഇത് 3 ബോട്ടിലിന്. അപ്പോൾ അത് ഇത്രയും നാൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ചാടിക്കയറി ഞാൻ മേടിച്ചതാണ്. പിന്നെ എൻ്റെ ഷാമ്പു തീർന്നിരിക്കണമായിരുന്നു. ഷാമ്പുവിൻ്റെ വില 330 രൂപയാണ് 1 ലിറ്റർ ഷാമ്പു. പിന്നെ നമ്മളുടെ ടോയ്ലറ്റ് കഴുകുന്നതിന് 40 രൂപ. അതെല്ലാം ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ മേടിച്ചേക്കണത് പിന്നെ ഒരു ബൂസ്റ്റിന് ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 444 രൂപക്കാണ് ബൂസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നേരം വെളുത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 412 കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവർ മെസ്സേജ് ഇട്ടത് ഈ ഷാമ്പു പിന്നെ കിട്ടൂല, വീണ്ടും ഓർഡർ ചെയ്താൽ ഷാമ്പു കിട്ടൂല എന്ന് പറഞ്ഞു. ഷാമ്പു ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകും എന്നും പറഞ്ഞിട്ട് അതെന്തോ ഇതാണ്. എങ്കിലും ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്തില്ല. അപ്പോൾ അതേ ഈ ഒരു ഷാമ്പൂ ഇല്ലേ, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെത്, അത് 1 രൂപയ്ക്ക് കിട്ടിയതായിരുന്നു കേട്ടോ. 1 രൂപയാണ്. നമ്മളിത്രയും 800 രൂപ എന്തോ പർച്ചേസ് ചെയ്യുമ്പോൾ 1 രൂപയ്ക്ക് ആ ഷാമ്പു ആണ് ഉണ്ടാകും. സാധാരണ പഞ്ചസാരയൊക്കെ ഉണ്ടാവുകയും ഇത്തവണ പഞ്ചസാരയൊന്നും കിട്ടിയില്ല. ഷാമ്പു ആണ് കാണിച്ചത്. അങ്ങനെ ഷാമ്പു കൊടുത്ത് പിന്നെ പൈസയുടെ കൂപ്പണൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേറെ പൈസ ഒന്നും കുറഞ്ഞു കിട്ടിയില്ല. ഈ 1 രൂപയ്ക്ക് ഈ ഷാമ്പു തന്നു. പിന്നെ ഈ ഇത് ബൂസ്റ്റിൻ്റെ അകത്ത് ഒരു ഇത്തവണ ഉണ്ടായിരുന്നത് എപ്പോഴും ബോട്ടിലാണ്, വാട്ടർ ബോട്ടിലാണ്. ഇത്തവണ ഉണ്ടായിരുന്നത് ഒരു ഇത് മറ്റേ പെൻസിൽ ബോക്സാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് 1 കിലോൻ്റെ 2 എണ്ണം അതിനകത്ത്. അപ്പോൾ ആ കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പം എൻ്റെ കയ്യിൽ 4 എണ്ണം ഇട്ടുണ്ട് അതിൻ്റെ കണ്ടെയ്നർ. ഒരെണ്ണം റോജറിനും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പണ്ട് ബാംഗ്ലൂരേക്ക്. അങ്ങനെ ടോട്ടൽ ഞാൻ 5 എണ്ണം ഇപ്പോൾ അത് മേടിക്കണത്. അതാണ് ലാഭം ശരിക്കും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ മോഡൽ പെൻസിൽ ബോക്സ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ കാര്യം കഴിഞ്ഞ് ഇനി ഞാൻ കാണിക്കുന്നത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ചത്തെ വീഡിയോ അടുത്ത ദിവസം ഇടാം. ശനിയാഴ്ചത്തെ വീഡിയോ കുറച്ചും കൂടിയൊക്കെ ലെങ്ത് ഉണ്ട്. ഞായറാഴ്ച പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാതിരുന്നതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഞാനത് ഇടണേണേ. അപ്പോൾ ഞായറാഴ്ച രാവിലെ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചിട്ട് അത് എനിക്ക് ഒരു ഗ്രീൻ ടീ, ഇപ്പോൾ ഗ്രീൻ ടീ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ നാളായിട്ട് അത് മേടിച്ചവിടെ വെച്ചിട്ട് ഉപയോഗിക്കാതിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ എടുക്കണം. പിന്നെ ബാക്കി കാപ്പി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിന്നെ രാവിലെ തന്നെ നമ്മുടെ പുറത്തെ ഡോഗുകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ട് അത് എടുത്തവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലാസ്കിലും കാപ്പി ഇട്ട് വെച്ച് പപ്പക്കുള്ളത് വേറെ എടുത്ത് വെച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ്. അപ്പോൾ പാല് കാലത്ത് തന്നെ കാച്ചണമെന്ന് വെച്ചാൽ റോജറിന് ഇന്ന് എക്സാമിന് പോകാനുള്ള ദിവസമാണ് പാല് മാത്രം കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പാലുമൊക്കെ നേരത്തെ തന്നെ കാച്ചി എടുത്തിട്ടാ. പിന്നെ ചോറ് വെക്കാനുണ്ട്. അപ്പോൾ ചോറ് ഞാൻ ദേ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അതോടുകൂടിയിട്ട് കിച്ചണിലെ പണി കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒന്നും ചെയ്യണ്ട. സാമ്പാർ നമ്മൾ വെള്ളിയാഴ്ച വെച്ചില്ലേ, അത് ഫ്രിഡ്ജിൽ വെള്ളിയാഴ്ച ബാക്കി കയറ്റിയിട്ട് പിന്നെ തൊട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് സാമ്പാർ പിന്നെ എടുത്തിട്ടില്ല. വെള്ളിയാഴ്ച നേരെ കയറ്റിയേക്കുന്നത്. പിന്നെ അതേ നമ്മുടെ നൈറ്റിയുടെ കാര്യം പറയാം. നൈറ്റി പുക പിടിച്ച പോലെ ആയിട്ടാ എൻ്റെ നൈറ്റി. അത് കളർ ഇളകണത് നമ്മൾ കാണൂല, പക്ഷേ ഒരു ഫെയ്ഡായി പുക പിടിച്ച പോലെ ആയിട്ടാ നൈറ്റി. അത് കൊള്ളൂല 100 രൂപയുടെ നൈറ്റി. ഇനിയിപ്പോൾ വേറെ മേടിക്കാൻ നിൽക്കണേ ഞാൻ. അപ്പോൾ ഇല്ലേ ശനിയാഴ്ച എനിക്ക് ഇത്തിരി വയ്യായ്ക ആയിരുന്നുകൊണ്ട് കുളിമുറി കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ശനിയാഴ്ച ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യണ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതേ സൺഡേ ആണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിമുറി കഴുകലും എല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്ന്. അപ്പോൾ കുളിമുറി കഴുകാതെ കിടക്കുമ്പോഴും കഴുകിയ പോലെ തന്നെയാണ് കിടക്കണത്. അങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഴുക്കായാലും അഴുക്കായില്ലെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 1 ദിവസം കുളിമുറി തീർച്ചയായിട്ടും ഡീപ്പ് ക്ലീനിങ് ചെയ്തിരിക്കണം. നോക്കുമ്പോൾ അഴുക്കില്ല എന്ന് തോന്നും, പക്ഷേ നമ്മളത് ക്ലീൻ ചെയ്താലേ എപ്പോൾ നോക്കിയാലും അഴുക്കില്ലാതെ കിടക്കുള്ളൂ. അഴുക്കാകട്ടെ എന്ന് വിചാരിച്ച് ഒരിക്കലും മാറ്റിയിടരുത് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡുകളും അതിനകത്ത് യൂസ് ചെയ്യുന്ന ബ്രഷുകളും എല്ലാം ക്ലീൻ ചെയ്തേക്കണം. ബ്രഷൊക്കെ ക്ലീനിങ് ചെയ്തിട്ട് അതങ്ങനെ തന്നെ ഇടരുത്, അതും ക്ലീൻ ചെയ്ത് മാറ്റിയേക്കണം. അപ്പോൾ അതിന് ശേഷം പെരക്കകമൊന്നും അടിച്ചിട്ട് തുടച്ചില്ല. ഇത്രയും കൊണ്ട് ഞാൻ മതിയാക്കി. അപ്പോൾ അതേ റോജർ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതേ താഴേക്ക് വന്നതാണ് കേട്ടോ. എന്താണ് അങ്ങനെ ഇരിക്കണത്? ഇതെന്തിരിപ്പത്? എന്തെങ്ങനെ ഇരിക്കണത് കുഞ്ഞ്? ഇതെന്തൊരിപ്പാണത്? ആരാ വന്നത്?
ചേട്ടനെ നോക്കണേണ് ചേട്ടൻ എക്സാമിന് പോയത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പാട്ട് നല്ല ശബ്ദത്തിൽ വെച്ചേക്കണോണ്ട് ഞാനത് അവിടെ വെച്ച് നിർത്തിയതാണ് കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് റൂബി ചേട്ടനോടൊക്കെ എന്തൊക്കെയോ പറയണുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ റോജറിന് ഞാൻ പാലും ഒക്കെ എടുത്ത് കൊടുത്ത് പിന്നെ മുടി കെട്ടി കൊടുക്കണമല്ലോ. അപ്പോൾ മുടിയൊക്കെ കെട്ടി കൊടുത്തു. അപ്പോൾ മുടി ഇത്തിരി പറന്നിരിക്കണോണ്ട് ഞാൻ ഇത്തിരി വാസലിന് എടുത്തിട്ട് പത്തി ഒന്ന് തടവി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ദിവസം ഞാൻ ശനിയാഴ്ച എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, മസാജൊക്കെ ചെയ്ത് കൊടുത്ത് കുളിച്ച്. അപ്പം ഭയങ്കരമായിട്ട് പറന്നിരിക്കണമായിരുന്നു മുടി. അപ്പോൾ അതൊന്ന് ഒതുക്കി ഒക്കെ കൊടുത്ത് അങ്ങനെ റോജർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു ടീഷർട്ട് റോജറിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സംരംഭമാണ്. ഇതിന് മുൻപും ഇതുപോലൊരു ടീഷർട്ട് മേടിച്ചത് ഓർക്കണുണ്ടാവും കുറച്ച് പേരെങ്കിലും. കൊച്ചിയുടെ കുറേ സംഭവങ്ങളായിരുന്നു ബാക്കിലുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും അതും ബ്ലാക്ക് തന്നെയായിരുന്നു. ഇതിപ്പോൾ ബ്ലാക്ക് തന്നെ വേറെ ഒരു എന്തോ കാര്യം. അങ്ങനെ പോകാൻ ആദ്യം റൂബിയാ പോണത്. ഇരിക്കണേ ഇരിപ്പോ കൊച്ചാണ് ഡ്രൈവർ. അത് തന്നെ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ. കണ്ട അന്നത്തെ പോലെ തന്നെ ഒരു ലോങ് ട്രിപ്പിന് മുമ്പായിട്ട് എപ്പോഴും മൂത്രമൊഴിച്ച് സെറ്റായിട്ട് വേണം കയറാൻ. മനസ്സിലായ? എൻ്റെ വന്നുണ്ടടാ വന്നുണ്ട് മൂത്രമൊഴിച്ചിട്ടേ കയറുള്ളൂ. എടാ ഇതെന്താടാ ഇത് ഇവളിങ്ങനെ? വാ നമുക്ക് അകത്തോട്ട് പോവാ, അതാ നല്ലത്. വാ ദശയാട്ടന്മാരവിടെ നിൽക്കണം. എടാ പശുവിനെ കൊണ്ട് തീറ്റിക്കയില്ല, പട്ടി പുല്ല് തിന്നയില്ല, അതാണ് അവസ്ഥ. വാ വാസായിട്ട പോട്ടെ. വാ 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 ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. സെറ്റ്. അങ്ങനെ റൂബിയുടെ കുറേ വട്ടുകളി അത് മതിയാക്കി പിന്നെ അകത്ത് കയറ്റി പൂട്ടി. അവന് പോകണ്ടേ, ഇവള് അങ്ങാടും ഇല്ല ഇങ്ങാടും ഇല്ലാതെ നിൽക്കണേ. അങ്ങനെ അവളെ കയറ്റി അകത്ത് പൂട്ടിയിട്ടാണ് അവനെ പറഞ്ഞു വിട്ടത് കേട്ടോ. പിന്നെ ഞാൻ ഇത്തിരി പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു പുട്ട് ഉണ്ടാക്കി പഴം പപ്പനോട് മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഉച്ചത്തേക്ക് ഇത്തിരി പപ്പടവും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സാമ്പാറും പപ്പടവും ആക്കി കൊടുക്കുക. പിന്നെ തലേദിവസം ശനിയാഴ്ച ഇത്തിരി മീൻ തിളപ്പിച്ച് വെച്ചിട്ടതിൻ്റെ ബാക്കിയുണ്ട്. പിന്നെ ശനിയാഴ്ച വെച്ച ബീഫിൻ്റെ ബാക്കിയുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്ക് അങ്ങോട്ട് പോകാം. പിന്നെ ആർക്കും വയ്യാത്തതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടും കാര്യമില്ലെന്നറിയാം. അപ്പോൾ പുട്ടും പഴമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവർക്ക് വാരി കൊടുക്കുമ്പോൾ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് പഴം മേടിക്കാൻ പപ്പനെ വിട്ട് ഞാൻ എന്തായാലും പഴം മതി, അത് വേഗം വാരി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും രണ്ടാളും. അങ്ങനെ പപ്പ പഴം മേടിക്കാൻ പോയി. വന്നതും ഏകദേശം പകുതി പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ പപ്പ പറഞ്ഞ് പഴം ഇത് മാക്സിമം അവിടെ ഉള്ളതിൽ പഴുത്തതാണ് തന്നത്, ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അവിടെ അത്രയും പഴുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഉള്ളതെല്ലാം ഒട്ടും തന്നെ പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ വലിയ പഴുപ്പില്ല, മധുരമൊന്നും ആയിട്ടില്ല പഴത്തിന്. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകാൻ കുന്നുകൂടി കിടപ്പുണ്ട്. ഈ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മളുടെ കിച്ചണിലുള്ള സാധനങ്ങൾ പൊടികൾ ഇതൊക്കെ തീർന്നിരിക്കണേണ്. ഇത് പുട്ടുപൊടി സവാള ഇതൊക്കെ തീർന്നിരിക്കണേ. അപ്പോൾ വലിയൊരു ലിസ്റ്റ് ഞാനിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് പപ്പ ബൈക്കിന് പോയി മേടിക്കാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. ഞാൻ പറഞ്ഞു ബൈക്കിന് പോയിട്ട് ഈ മുട്ടയൊക്കെ നിലത്ത് വീണ് പൊട്ടിയാൽ എന്ത് 24 മുട്ടയുടെ ആ ഒരു ബോക്സില്ലേ, അത് അങ്ങനെ തന്നെ നിലത്ത് വീണ് പോയാൽ എന്ത് എല്ലാം പൊട്ടൂലേ. അപ്പോൾ അതുകൊണ്ട് കാറ് വരട്ടെ നാളെ എന്ന് വെച്ചാൽ കാറ് വൈകുന്നേരം സന്ധ്യക്കല്ലേ വരുള്ളൂ. പിന്നെ നാളെ പോയിട്ട് മേടിക്കാം. അത്യാവശ്യം പപ്പടവും പഴമാണ് വേണ്ടത്, അത് ഏതായാലും മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടിട്ട് ഇത് 2 സാധനങ്ങൾ മാത്രം മേടിച്ചത്. അപ്പോൾ ഇനി അടുത്ത ദിവസം പോയിട്ട് മറ്റുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് വെക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റിച്ചാൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ പുട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചേ ഉച്ചക്ക് സാമ്പാറും പപ്പടവും കൂടി കഴിച്ചോളുവാ എന്ന് വെച്ചപ്പോൾ കഴിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ. ഇവനിത് ബോധമില്ലാതിരുന്ന് പറഞ്ഞാണ്, ഇപ്പോഴത്തെ ബോധമില്ലാതിരിക്കണ ഇരിപ്പാണ്. അതും കഴിഞ്ഞ് ഉച്ചക്ക് ചോറെടുക്കാൻ പോയപ്പോഴത്തേക്കും സാമ്പാറും പപ്പടം കണ്ടപ്പോൾ അയ്യോ മോരിയാറും ക്യാബേജ് തോരനും അല്ലേ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു അപ്പം നിൻ്റെ അടുത്തല്ലേ ഞാൻ ചോദിച്ചത് സാമ്പാറും പപ്പടം. മമ്മി എനിക്ക് ആ ബോധമില്ല, എനിക്ക് പനിയൊക്കെ ആയിട്ട് എനിക്ക് എന്തൊക്കെയാണ് ഞാൻ പറയണതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കണില്ല. ഞാൻ മനസ്സിൽ കണ്ടത് മോരിയാറും
ക്യാബേജ് തോരനും ചിക്കൻ ഫ്രൈയും ആണെന്ന്. ഞാൻ പറഞ്ഞു ചിക്കൻ ഫ്രൈ കഴിഞ്ഞത് പ്രാവശ്യം ഒരു കുന്നുണ്ടാക്കി വെച്ച് ഞാൻ. അത് തലേ ദിവസം, അതായത് ശനിയാഴ്ച വരെ കിടന്ന് വെച്ച് വിടാം. അത് റയനാണ് ഇത്തിരി ആയിട്ട് കഴിച്ച് തീർത്തത്. അപ്പോൾ ഇനിയും ഞാൻ എങ്ങനെയാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണത് എന്നും ചോദിച്ച് ഞാൻ വഴക്ക് പറഞ്ഞേട്ടാ. അപ്പോൾ ഇനി അടുത്ത ദിവസം എന്തായാലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞങ്ങനെ. ഈ പനിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പല പല ചിന്തകളാണല്ലോ പറഞ്ഞത്. എനിക്കും അതെ, പനിയൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സിൽ പല പല ഫുഡുകളുടെ ആ ഒരു ഇതൊക്കെ ഓർക്കും മനസ്സിൽ. പക്ഷേ സംഭവം ആ സമയത്ത് നമുക്കത് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയായിരുന്നു റിച്ചാർഡിന്. അങ്ങനെ നമ്മുടെ പാത്രം കഴുകലും തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കപ്പലണ്ടി വറുക്കാനിട്ട് ഞാൻ. കാരണം ഇന്നിപ്പോൾ റയൻ നിൽക്കുന്ന ദിവസമല്ലേ, അപ്പോൾ റയൻ എന്തെങ്കിലും കുറച്ചുണ്ടൊക്കെ ഇരിക്കണം. അല്ലാത്ത ദിവസങ്ങൾ സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ടല്ലോ. സാറ്റർഡേ ഒക്കെ 8 മണിയൊക്കെ ആകുമ്പോഴാണ് വരണം. അപ്പോൾ ആ സമയത്തൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സൺഡേയിലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേഗം കപ്പലണ്ടി 2ആയിട്ട് അങ്ങോട്ട് വറുത്തിട്ടാ. 1/2 കിലോ കയറുള്ളൂ. അപ്പോൾ 1/2 കിലോ ആയിട്ട് 2 പ്രാവശ്യമായിട്ട് വറുത്ത്. എന്നിട്ട് എന്ത് ചെയ്ത്, ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൊട്ടയിലിട്ട് പുറത്തു കൊണ്ടേ വെച്ചിട്ടുണ്ടാകുന്ന ഞാൻ. അത് ഞാൻ മറന്നും പോയി. എങ്കിലും അത് ഒരുപാട് അങ്ങോട്ട് തണുത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, ചൂടാറി ഇരുന്നിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ഞാൻ അത് പുറത്തേക്ക് എന്തോ കാര്യത്തിന് ഇറങ്ങിയപ്പോഴാണ് അയ്യോ കപ്പലണ്ടി ഇത് പുറത്ത് വെച്ചിട്ട് പിന്നെ ഞാനത് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ പേറ്റേക്ക് എടുത്തട്ടാ. അപ്പോൾ ഇല്ലേ, ഇന്ന് പാചകമൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാചകം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ വെറുതെ ഇന്നിപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടിയ സ്ഥിതിക്ക് നമുക്കിത് ഈ ഒരു സംഭവത്തിൽ ഒരു ഓർഗനൈസർ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ അധികം ദിവസത്തിന് മുൻപേ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേച്ച് ഈ കട്ട്ലറി വെക്കാനായിട്ടുള്ള ഒരു ഓർഗനൈസർ നമുക്ക് പ്രോപ്പറായിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഡ്രോയറിൽ വെക്കുന്ന ഓർഗനൈസറുകൾ. അപ്പോൾ അതിൽ ഓരോ കള്ളി പോലെ ഉണ്ടായിട്ട് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള സാധനങ്ങൾ ഇടാൻ, ചെറുതും വലുതുമായിട്ടുള്ള കള്ളി പോലെ. അപ്പോൾ അതിൻ്റെ വില ഒരുവിധം കൊള്ളാവുന്നതിന് 800 രൂപയ്ക്കാണ് വില കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മേടിക്കാമെന്ന് കുറച്ച് ദിവസമായിട്ട് ഓർക്കുന്നുണ്ടെങ്കിലും എനിക്കത് അത്ര ഒരു ഇഷ്ടം തോന്നല്ല. 800 രൂപക്കൊക്കെ അത് മേടിച്ച് വെച്ചിട്ട് എന്തിനാണ്, ഉള്ളിൽ വെക്കാനുള്ളതല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ, പനി പിടിച്ച് ഞാൻ കുറേ കിടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ കിടന്നൊക്കെ ആലോചിച്ചെടുത്ത ഒരു ഐഡിയയാണിത്. അപ്പോൾ അതേ ഇതിൻ്റെ 2 എണ്ണം ഇല്ലേ, നമ്മളുടെ ഫുഡ് വന്ന കണ്ടെയ്നറിൻ്റെ 2 എണ്ണം അത് വെട്ടി ഓരോ ഇത് മാറ്റിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം. ഇങ്ങനെ അത് തള്ളിയകത്തേക്കാക്കി ഇത്തിരി കൂടി ചെറുതാവും. അപ്പോൾ അതിന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് പതിയൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുക. ഗ്ലൂ ഗൺ എൻ്റെ കയ്യിലുണ്ട്, എങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇത് ഇത്രയും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ചെറിയ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ആ ജോയിൻ്റ് മുകളിൽ പറഞ്ഞ സ്ഥലത്ത് മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുത്തുള്ളൂ. കാരണം നമ്മളിത് ഡ്രോറിൻ്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അനങ്ങില്ല, മാറിയൊന്നും പോകില്ല. കാരണം നമ്മൾ എല്ലാം ഇങ്ങനെ തമ്മി ചേർത്താണ് വെക്കണത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും മാറാനുമുള്ള ഒരു സ്പേസ് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മതിയെന്ന് ഞാൻ ഓർത്ത്. അപ്പോൾ നമുക്ക് നീളമുള്ള സ്പൂണുകളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ചെറുതിൽ പറ്റൂല. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം ഞാൻ ഉണ്ടാക്കി കേട്ടോ. പിന്നെ അതിലും കിടക്കാത്ത സ്പൂണുകൾ നീളമുള്ളതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് 3 എണ്ണം ബോക്സ് എടുത്ത് 3 ബോക്സ് എടുത്തിട്ട് ഒരു ബോക്സിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് അത് ഫ്രീ ആക്കി എടുത്തിട്ട് അത് ഇതുപോലെ നടുഭാഗത്ത് വെച്ചിട്ട് സൈഡുകളുള്ളത് 2 സൈഡിലേക്കും വെച്ച് ഇപ്പോൾ ഈ കണ്ട പോലെ. എന്നിട്ട് വെറുതെ സ്റ്റിക്കർ അതിൻ്റെ മീതയിൽ ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത് വെച്ച് അതവിടെ ഇരുന്നോളും, പോകൂല കേട്ടോ. എന്നിട്ട് നല്ല നീളത്തിലുള്ള ഒരു ഭാഗം ഇത് 3 എണ്ണം ചേർത്തിട്ടുള്ള നല്ല നീളത്തിലുള്ളതാക്കി എടുത്ത്. അപ്പോൾ 2 അറ്റത്തും ഈ ഇതുണ്ട്, പിന്നെ നടുക്ക് 2 അറ്റവും കളഞ്ഞതിൻ്റെ പീസും വെച്ച്. അപ്പോൾ ആദ്യം ഞാൻ നടുവിൽ 2 എണ്ണം ചെറുത് അങ്ങനെ വെച്ചെങ്കിലും അതിനകത്ത് നമുക്ക് നീളമുള്ള കയ്യിലിടാൻ പറ്റും. അങ്ങനെ അത് 2ഉം കൂടി എടുത്തിട്ട് വീണ്ടും ഡബിളിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി. അപ്പോൾ ഡബിളിൻ്റെ 2ഉം ത്രിബിളിൻ്റെ 1 പിന്നെ 3 സിംഗിളുമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം നീളം ഒരു 1/4 ഭാഗം നീളമുള്ളത് ഡബിളിലും അതിനേലും കൂടുതൽ നീളമുള്ളത് ത്രിബിളിലും പിന്നെ നമ്മുടെ ചെറിയ സ്പൂണുകൾ ഫോർക്കുകളൊക്കെ ആ സിംഗിളിലും ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡായി ഞാൻ. കാരണം അപ്പോൾ ഞാൻ റിച്ചാറിനെ കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, എടാ 800 രൂപയ്ക്ക് മേടിക്കണം, ഇതിനേലും എത്രയോ വൃത്തിക്ക് ഇത് വെക്കാം. ഇനി നമ്മൾ കഴുകണ സമയത്തൊക്കെ ഒന്നെടുത്തിട്ട് കഴുകി വല്ലപ്പോഴും ഒന്നെടുത്ത് വെച്ചാൽ മതി, വല്ല മാസത്തിലൊരിക്കലും എടുത്ത് കഴുകിയാലും മതി. നമ്മൾ കഴുകി കൊട്ടയിൽ വെച്ച് വെള്ളം പോയതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇടണത്. വെള്ളത്തോടു കൂടി
അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഇതുണ്ടാവില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രോയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മീതയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെക്കാം. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഒന്നും തെന്നി താഴത്തോട്ട് പോകാനുള്ള സ്പേസ് ഇതിൻ്റെ ഇടയ്ക്ക് ഇല്ല. എല്ലാം ഞാൻ തിക്കിയാണ് വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെ എല്ലാം നീറ്റായിട്ടിരിക്കുന്നുണ്ട്. തമ്മിൽ ഒന്നും തന്നെ കിടന്ന് കലർന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത വിധത്തിലൊന്നും ആവില്ല. നല്ല ഈസി ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രോയർ നേരത്തെ നമ്മൾ മേടിക്കുമ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് കപ്പ് വെക്കാനുള്ള സംഭവമായിരുന്നു കേട്ടോ. അതൊക്കെ ആദ്യം തന്നെ ഞാൻ എടുത്ത് കളഞ്ഞു. എന്തോരം കപ്പാണ് നമുക്കുള്ളത്, അതിന് വീണ്ടും കപ്പില്ല വെക്കാനായിട്ട്. അതൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞിട്ട് ഇത് പ്ലെയിൻ ആക്കി ഇട്ടേക്കണമായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ വെക്കാൻ തോന്നിയത്. പിന്നെ ഇതിനകത്ത് ഞാൻ ആദ്യം കാണിച്ചില്ലേ മൂടികൾ, കുഞ്ഞു കുഞ്ഞു മൂടികൾ, സ്റ്റീലിൻ്റെ കറിപ്പാത്രങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് വെച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അത് ഇതിനകത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് നമ്മുടെ കുഞ്ഞ് വർക്ക് ഏരിയയിൽ നമ്മൾ ഒരു ചെറിയൊരു ഷെൽഫിൽ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഇത് എത്ര നമ്മളിങ്ങനെ അടച്ചാലൊന്നും തെറിച്ചൊന്നും പോകണം കേട്ടോ. അതൊക്കെ ഒന്ന് ഞാൻ നോക്കിയതാണ്, തെറിച്ച് പോകുക എന്നൊക്കെ. പിന്നെ ഈ വുഡൻ സ്പാച്ചുലകൾ ഇവിടെ തന്നെ വെച്ച്, അതിന് വേറെ സ്ഥലം അതിനകത്ത് ഇല്ല അധികം. അപ്പോൾ അതുകൊണ്ട് പുറത്ത് തന്നെ വെച്ച്. അപ്പോൾ അത് ഈ പാത്രങ്ങളൊക്കെയാണ് നമുക്ക് വെക്കാനുള്ളത് അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയത്. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടാ. പിന്നെ ഇവിടെ നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു ആശ്വാസം എനിക്കിപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് അവിടെയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു പണച്ചെലവില്ലാത്ത ഓർഗനൈസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നും കൂടി പറയണം കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു ചായ ഇട്ട് കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് അത്രേ ചെയ്തോളൂ. ഭയങ്കര തണുപ്പായിരുന്നു. സൺഡേ തണുത്ത് വിറക്കണമായിരുന്നു, അത്രയും തണുപ്പായിരുന്നു. എനിക്ക് ഷൂസ് എടുത്തിടാൻ പോലും തോന്നി, അത്ര കാലം ഐസ് കട്ട പോലെ ആകണമായിരുന്നു. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ച്. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്